ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? സുഖനല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പതിവിലും നേരത്തെ എണീച്ചിക്കണ്. കാരണം ഇന്ന് നബിദിനം ആണ് കേട്ടോ. റബീഉൽ 12 അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഇടാൻ നമ്മൾ കുറച്ചൊന്ന് വൈകിയതാണേ. അപ്പോൾ രാവിലെ വേഗം ചായയൊക്കെ കാച്ചി അടുത്തത് ഒരു ഇഡ്ഡലി ചെമ്പിലൊക്കെ വെള്ളമൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ അജിക്കുട്ടനെ കുളിച്ചാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രാവിലെ തന്നെ കുളി പാസ്സാക്കുമ്പോഴേ ഭയങ്കര മടിയേക്കാരം. ഇപ്പോഴാണെങ്കിൽ ചെറുതായിട്ട് രാവിലെ തണുപ്പൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ട് വിളിച്ചോണ്ടാന്ന് വിചാരിച്ചിട്ട് വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ അടുത്ത അടുപ്പത്ത് നമ്മൾ ഉപ്പുമാവിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവനെ വിളിച്ചോണ്ടെന്നൊക്കെ ചെയ്തിരിക്കണം കേട്ടോ. അങ്ങനെ ചൂടുവെള്ളമൊക്കെ കൊടുത്ത് കുളിച്ചാനൊക്കെ പറഞ്ഞയച്ചിരിക്കണം. അപ്പോൾ രണ്ടാൾ നീച്ചപ്പോൾ വേഗം ഇവിടെ പായൊക്കെ മടക്കിക്കാണ് കേട്ടോ. ഇന്ന് പിന്നെ ഞാൻ ഉപ്മാവാക്കിയത് എന്താ വെച്ചാൽ വല്ലാതെ ഒന്നും ചായയും കടിയൊന്നും വേണ്ടി വരില്ല. കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഞാൻ. കാരണം പിന്നെ രാവിലെ മുതൽ പിന്നെ ഇങ്ങനെ റാലിയിൽ പോകുമ്പോൾ അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ച് വരികയാണല്ലോ ചെയ്യുക. അപ്പോൾ പിന്നെ വെറുതെ നമ്മൾ കുറേ ചായയും കടി ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ആള് മാറ്റി ഒരുങ്ങി ഒക്കെ റെഡി ആയിട്ടോ. അപ്പോൾ അത് സ്കൗട്ടിൻ്റെ ഇതാണ് കേട്ടോ, കളർ കോഡാണിത്. അപ്പോൾ ആള് മാറ്റിയൊരുങ്ങി അങ്ങനെ ഞാൻ ജനുമോനി ഓനൊക്കെ നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ രണ്ടാളും റബീഉൽ മാസത്തിൽ ജനിച്ചോലാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ അതാ നമ്മുടെ ആജിക്കുട്ടന് മദ്രസക്ക് പോകാണ് കേട്ടോ. 6:45 തന്നെ മദ്രസയിൽ എത്തണം പറഞ്ഞിട്ടുണ്ടെങ്കിലും. അത് കഴിഞ്ഞ് പിന്നെ 7:30ക്കാണ് പതാക ഉയർത്തലൊക്കെ തുടങ്ങുന്നത്. അപ്പം മൈക്കിൻ്റെ ഒച്ച കേൾക്കുമ്പോഴാണ് ഞങ്ങൾ പെരീന്ന് ഇറങ്ങുക കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ദൂരത്ത് നിന്ന് ഒരു പെരൻ്റെ മതിലിൻ്റെ മറവിലൊക്കെ നിന്നിട്ട് നമ്മൾ പരിപാടിയും ദഫും ഒക്കെ കാണും കേട്ടോ. അങ്ങനെ 7 മണിക്ക് പതാക ഉയർത്തും എന്ന് പറഞ്ഞത് ഒരു 8 മണിയാകാനായപ്പോഴത്തേന് പതാക ഉയർത്തലൊക്കെ തുടങ്ങി കേട്ടോ. لا إله إلا الله الله أكبر الله أكبر സത്യസ്വരമേ മിന്നും കീർത്തിപ്പുകളെ വരമേ തെളിച്ചിന്തും മൊഴിചന്തം മന്ദാരപ്പൂ എന്താണൊരു ഗന്ധാരം പൂവിട്ടൊരു പൂമാരം മാനം വിടർന്നത് സമ്മാനം ദാനം പൂവി. അങ്ങനെ കുറച്ച് വലിയ കുട്ടികളൊരു ദഫ്, പിന്നെ കുറച്ച് ചെറിയ കുട്ടികളൊരു ദഫ്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫ്ലവർ ഷോൻ്റെ കുട്ടികൾ 1ാം ക്ലാസ് കുട്ടികളാണ് കേട്ടോ ഈ വെള്ള. അങ്ങനെയൊക്കെ ആയിട്ട് 2 ദഫൊക്കെ കളിച്ച് പിന്നെ ഇങ്ങനെ റാലിയിൽ പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം റാലിയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം അയലോകത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പം അവിടെ അന്ന് ഓണാണല്ലോ. അപ്പോൾ ഓണത്തിൻ്റെ സദ്യയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പം രാവിലെ ഒന്ന് വന്ന് നോക്കിയതാണ്. എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കൂടി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാ ഓരോന്നിൻ്റെ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അയലോകത്തെ എല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങനെ ഉണ്ടായിന് കേട്ടോ. അപ്പം അയലോകത്തെ ചേച്ചീൻ്റെ വീട്ടിലേനു സദ്യ. അപ്പം നമ്മൾ വന്ന് പറയുമ്പോൾ പിന്നെ എന്തിനേലൊക്കെ ഒന്ന് പോയി കൂടി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ ഞാൻ പോയി. അപ്പം പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന ആളായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ എല്ലാം കാട്ടി തരുന്നുണ്ടായിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിയമോള് കുറച്ച് സമയമൊക്കെ പോയി കാലുവേദനയായി എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കണം കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റും ഒക്കെ അവിടെ കൊട്ടിയതാണ് കേട്ടോ. മിഠായും ബിസ്ക്കറ്റും ഒക്കെ പള്ള നിറച്ച് കിട്ടിക്കണം. അപ്പോൾ മുട്ടായി ഇഷ്ടം പോലെ കിട്ടിയപ്പോഴേ എന്തൊക്കെയാ കാട്ടേണ്ടതെന്ന് അറിയാതെ നിൽക്കണം. അപ്പോൾ വളയും മലയൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ആ പെട്ടിയിലാണ് മുട്ടായി എടുത്ത് പാർത്തേക്കണത് കേട്ടോ. ഓളൊരു കുറച്ചേറ്റം പോയി വന്നപ്പോൾ തന്നെ ഓൾക്ക് ഇത്ര അധികം മുട്ടായി ഇട്ടിരിക്കുന്നു കേട്ടോ. അജു പിന്നെ അങ്ങനെ വരുന്നില്ല, ഫുള്ള് കഴിഞ്ഞിട്ടല്ലേ പോരാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ അജു വന്നപ്പോഴേക്കും കുറേ സമയമായിക്കണം. ഒരു 10-11 മണിയായിട്ടാണ് കേട്ടോ അജു വന്നിരിക്കുന്നത്. അപ്പോൾ ആള് നല്ല പോലെ നടന്ന് കുഴങ്ങി ക്ഷീണിച്ചൊക്കെ ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ടല്ലേ നടത്തും. അപ്പം പിന്നെ അന്നാണെങ്കിൽ നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ. നിങ്ങക്ക് കളിച്ചാലൊന്നും ഇല്ലല്ലോ? എവിടുന്ന കളിച്ചു? 2 സ്റ്റെപ്പ്. അപ്പൊ നിർത്തിയോ? പിന്നെ താഴത്ത് ഇവിടുന്ന് കളിച്ചില്ലല്ലേ? അമ്മച്ചിക്കൊന്നും കാണാൻ കൂടിയില്ല. ഇനി വൈകുന്നേരത്ത് കാണാല്ലേ? വല്ലാ കോട്ടും ഫാൻ്റെ ഒക്കെ ഒന്ന് വെയിലത്തിട്ടാ മതി. വെയിലത്തിട്ടാ മതി. അപ്പം നിയമോക്ക് ബിസ്ക്കറ്റൊക്കെ നോക്കണേ കേട്ടോ. അജുവിന് എത്ര കിട്ടി, എനിക്ക് കിട്ടിയതാണോ തോന്നിയെന്നൊക്കെ നോക്കണേ. അപ്പോൾ രണ്ടാൾക്കും ഞാൻ പോയപ്പോൾ തന്നെ രാവിലെ കവർ കൊടുത്തയച്ചിട്ടുണ്ട്. ഇനി എന്തായാലും കുറേ അധികം മുട്ടായും ബിസ്ക്കറ്റൊക്കെ കിട്ടും. അപ്പോൾ ഇടാൻ കവറൊക്കെ നമ്മൾ ആദ്യമൊക്കെ എഴുതി പറഞ്ഞേക്കൂട്ടോ. എല്ലാ കുട്ടികളുടെ കയ്യിലും ഉണ്ടാവും കവറ്. അപ്പം മുട്ടായിയൊക്കെ കിട്ടിയിരിക്കണ്, കുറച്ചധികം തന്നെ കിട്ടിയിരിക്കണം. ഇനിയിപ്പോൾ 2 ദിവസം മുട്ടായും ബിസ്ക്കറ്റും ഒക്കെ മധുരം തന്നെ കേട്ടോ. പഞ്ചം തീർന്ന് തിന്നാൽ മാത്രം കിട്ടിയിരിക്കണേ.
അപ്പം അങ്ങനെ നമ്മുടെ സിനിമോനെ കുളിപ്പിച്ചലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിന് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ സമയത്ത് എല്ലാതും വിഭവങ്ങളൊക്കെ റെഡിയാക്കി ഇതേപോലെ എടുത്ത് വെച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേഗം ക്യാമറയും കൊണ്ട് വന്നു എല്ലാം എടുത്ത് വെച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കാനാണ്. അപ്പം ഞാൻ ഓടി പോയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പം ഇതിലെല്ലാ വിഭവങ്ങളൊന്നും എനിക്ക് അറിയൂല കേട്ടോ. എന്നാലും സാമ്പാറും അവിയലും അങ്ങനത്തതൊക്കെ അറിയും. പക്ഷേ അപ്പം അതാ ഒരുവിധം ഇതുകളൊക്കെ ഉണ്ടായിന് കേട്ടോ. വിഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള വിഭവസമൃദ്ധമായ സദ്യ തന്നെയായിരുന്നു. പിന്നെ പാലട പായസം ഉണ്ടായിന് കേട്ടോ. അങ്ങനെ ഇതാ കറികളൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ഓണസദ്യയൊക്കെ പാസ്സാക്കിട്ടോ. അപ്പം തലേ ദിവസം വേറെ അവിടെ അടുത്തുള്ള ഒരു ചേച്ചീൻ്റെ വീട്ടിൽ ഓണസദ്യ തന്നെയാണ് കേട്ടോ. അപ്പം 2 ദിവസം അടുപ്പിച്ച് സദ്യ തന്നെയാണ് കേട്ടോ ഉച്ചക്ക്. എന്നിട്ട് പിന്നെ ആ പായസമൊക്കെ കുടിച്ചിട്ട് നല്ലൊരു മയക്കവും പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരത്താണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം പിന്നെ പരിപാടിക്കൊക്കെ പോയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിബിദിന പരിപാടിക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ ജനുമോന് പ്രസവിച്ചെടുക്കുന്ന ഒരു സമയം കേട്ടോ. അവന് റബീഉൽ അവ്വൽ 6-ൻ്റെ അന്നേന് കേട്ടോ. പക്ഷേ അജുവിൻ്റെ പരിപാടി ആയപ്പോൾ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഒക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും പരിപാടിക്കൊന്നും പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഏതായാലും വീഡിയോ ഒക്കെ എടുത്ത് അന്നൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഹോർലിക്സും കേക്കും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കമറുദിച്ചതുപോലെ മണ്ണിൽ വന്നൊരുതിയെ ഉലകിലകിലും പ്രകാശമേ ഉളയവന്റെ ദാനമേ ഉലകിലകി. അപ്പം നമ്മുടെ അജുവിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടോ. അപ്പം അജുവിൻ്റെ പാട്ടും പിന്നെ ഇതാ ഉണ്ടായിട്ടുണ്ടായിരുന്നത് സ്കൗട്ടാണ് കേട്ടോ. അപ്പം അജുവിൻ്റെ സ്കൗട്ടിൻ്റെ ഇതിലൊന്നും ഇപ്പോൾ ഇരുട്ടത്തായതുകൊണ്ട് കാണൂല കേട്ടോ, ആരാണെന്നൊന്നും ഒന്നും കാണില്ല. പക്ഷെ ഞാൻ ഓൻ്റെ ഫാൻറ് കണ്ട് കണക്ക് മനസ്സിലാക്കിന് ഓനാണ് എന്നുള്ളത്. പക്ഷെ വീഡിയോയിലൊന്നും അത്ര ക്ലിയർ ആയിട്ടൊന്നും കാണില്ല കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ സ്കൗട്ടിൻ്റെ ആയാലും ദഫിൻ്റെ ആയാലും കുറേശ്ശെ ഉള്ളൂ കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം ഒന്നും തൊള്ളപ്പാട്ടല്ല ഉള്ളത്, ഒക്കെ ഗ്യാസിട്ട് വെച്ചിട്ടുള്ള പാട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കോപ്പിറൈറ്റ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും വീഡിയോസൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും ഉള്ളത് കുറച്ച് ഞാനൊന്നും ഉൾപ്പെടുത്തിയിരുന്നു കേട്ടോ. പിറന്ന നബിക്കുമ്പം ഫാത്തിമത്തെ സുഹറ മച്ചമുല്ലക്ഷണം വച്ചൊരു റോജ വീട്ടിൽ സുഗത നബിയുടെ കല്യാണം കൺകളിൽ തുളണിയും വേണം കൽവ അപ്പോൾ ഇത് ഇളച്ചൻ്റെ കുട്ടീൻ്റെ പാട്ടായിരുന്നു കേട്ടോ. നല്ല പാട്ട് പാടും, ദഫിനൊക്കെ പാട്ട് പാടിന് ആദ്യമൊക്കെ. അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ദഫൊന്നും കൂടുതൽ ഉൾപ്പെടുത്താൻ ഞാൻ പറഞ്ഞില്ലേ, അത് ഒക്കെ ഇത് പാട്ട് ഒരു യൂട്യൂബിൽ ഓരോന്ന് സെലക്ട് ചെയ്തിട്ടിട്ട പാട്ടുകളായിരുന്നു. അപ്പോൾ പിന്നെ അത് കൂടുതൽ ഉൾപ്പെടുത്തിയാൽ കോപ്പിറൈറ്റ് ഒക്കെ വരുന്ന ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഞാൻ അധികം ഒന്നും ഉൾപ്പെടുത്താൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് കാണാം. എല്ലാവരും കാത്തിരിക്കുന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും, ബൈ ബൈ. വാനമിലേറി പറന്നവരെ മിഹ്റാജിൽ
നിലത്തൊരു മുല്ല